ഇന്ന് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ചുള്ളതാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് വിച്ച് ഇസ് റിലേറ്റഡ് ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പോപ്പുലേഷൻ്റെ മീൻ ചെക്ക് ചെയ്യുന്നതാണെങ്കിലും അതും അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യുന്നതാണെങ്കിലും പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ളതാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഒരു പോപ്പുലേഷൻ്റെ മീൻ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരു സാമ്പിൾ മീൻ തന്നിട്ടുണ്ടാവും. ഇത് ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത് ആ പോപ്പുലേഷൻ തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊപ്പോർഷൻ്റെ കേസിലും അത് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവും. എന്താണ്? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണോ ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അത് ഒരു തരത്തിലുള്ളത്. രണ്ടാമത്തെ തരത്തിലുള്ളത് എങ്ങനെയാണ് വരിക? രണ്ട് സാമ്പിളുകൾ ഒരു പോപ്പുലേഷൻ തന്നെയാണോ എടുത്തതെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രൊപ്പോർഷൻ യൂസ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ മീൻ യൂസ് ചെയ്ത് നോക്കി, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അപ്പം സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവും. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യം, അതായത് രണ്ട് സാമ്പിളുകളും വരുന്നത് ഒരു സിംഗിൾ പോപ്പുലേഷൻ തന്നെയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് നോക്കിയിട്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാം. നോക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവും. അത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണോ, അല്ലെങ്കിൽ അവ തമ്മിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം, നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം നൾ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യണം, അല്ലേ? അപ്പം HO എന്താണ് നമുക്ക് നോക്കണം, നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് നമ്മൾ നോക്കുന്നു. ഇവിടെ നമുക്കറിയാം ഇത് Z ടെസ്റ്റ് ആണ്. നമുക്ക് ടി ടെസ്റ്റ് അല്ലെങ്കിൽ സ്മോൾ സാമ്പിൾ ടെസ്റ്റ്, ഈ കേസിൽ ടി ടെസ്റ്റ് അല്ല വരിക, മറിച്ച് കൈ സ്ക്വയർ ടെസ്റ്റാണ് വരിക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ചെക്ക് ചെയ്യണമെങ്കിൽ. അപ്പം അതെപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക, നമുക്കിവിടെ ടി ടെസ്റ്റ് ഇല്ല, മറിച്ച് എന്താണുള്ളത്? ഒരു ടി ടെസ്റ്റാണ്, കൈ സ്ക്വയർ ടെസ്റ്റാണ് വരിക. ഓക്കെ, ഇനി അതിനുശേഷം നമ്മളൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കറിയാം Z ടെസ്റ്റ് ആകുമ്പം അത് ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൂടാതെ ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് വേണം. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനകത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു റിസർച്ചറെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദാറ്റ് 95% of your results will be true, അങ്ങനെയാണെങ്കിൽ വിൽ ഗോ ഫോർ 5% സിഗ്നിഫിക്കൻസ് ലെവൽ. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. 1%ഓ 10% ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇതിലാദ്യം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്? ഒരു പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ട്രൂ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. There is no significant difference between sample standard deviation and population standard deviation. ഇനി നമുക്ക് സിമ്പിൾസ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം? സിമ്പിൾ യൂസ് ചെയ്ത് നമുക്ക് പറയാം, തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ചെക്ക് വെദർ ദി ഗിവൺ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 5 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3.5, ഇതൊക്കെയാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ വാല്യൂ എന്താണോ ആ വാല്യൂ ഇവിടെ കൊടുക്കണം. നമ്മളിവിടെ സിമ്പിളായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ 0 എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മ 0 എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആവാം. where sigma 0 is the given value of population standard deviation. Is given value of population standard deviation. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ ഏതാണോ തന്നിരിക്കുന്നത്, നമ്മളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും 2 എന്നോ 3 എന്നോ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? നമ്മളിവിടെ mu equal to 2 എന്ന് നമ്മൾ എഴുതുന്നു. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൽ വരുമ്പം എന്താണ്? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് വരുമ്പം mu is not equal to
2 അല്ലെങ്കിൽ മ്യൂ ഇസ് നോട്ട് ഈക്വൽ ടു മ്യൂ 0 എന്നുള്ളത് വരുന്നു. അപ്പം ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നമുക്കറിയാം എപ്പോഴും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ക്വസ്റ്റ്യൻ അല്ലേ, 1 ടൈലാണോ 2 ടൈലാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ള മീനിങ് വരുന്ന തരത്തിലുള്ള ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് പോകാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് Z ടെസ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. Z ഈക്വൽ ടു നമുക്കറിയാം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, സ്മോൾ ലെറ്റർ എസ് അല്ലേ, മൈനസ് തന്നിരിക്കുന്ന പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ എപ്പോഴും ഡിഫറൻസ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്ന കോമൺ ഫോർമുലയിലേക്ക് എത്തി. ഇനി എന്തായിരിക്കും ഇവിടുത്തെ സ്റ്റാൻഡേർഡ് എറർ? ഇവിടുത്തെ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾ, അതായത് സാമ്പിൾ എത്ര എണ്ണം ഉണ്ടെന്നും അതുപോലെ തന്നെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ വരുന്നത് ഇങ്ങനെയാണ്, സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2n. വേറെ നിങ്ങൾക്കറിയാം ഇവിടെ സിഗ്മ എന്ന് പറയുന്ന പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും n എന്ന് പറയുന്നത് എന്താണ്, സാമ്പിളിൻ്റെ നമ്പറുമാണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അറിയാം, നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് അറിയാം. ഇനി നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ വെച്ചിട്ട് എന്തിനെ കമ്പയർ ചെയ്ത് നോക്കണം. നമ്മളൊരു പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറിൽ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടും. കാൽക്കുലേറ്റഡ് വാല്യൂയും അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ വാല്യൂയും കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു വെദർ ടു റിജക്റ്റ് ഓർ നോട്ട് ടു റിജക്റ്റ് അവർ നൾ ഹൈപ്പോത്തസിസ്. ഇനി നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് ആദ്യത്തെ പ്രോബ്ലം. ഇങ്ങനെയാണ് പറയുന്നത്. ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ ഓഫ് സൈസ് 50 ഇസ് 3.5. എക്സാമിൻ വെദർ ദി സാമ്പിൾ വാസ് ടേക്കൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.2. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% ആണ് അല്ലേ. നേരത്തെ പറഞ്ഞത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഈ തന്നിരിക്കുന്ന സാമ്പിൾ വന്നിരിക്കുന്നത് ഏത് പോപ്പുലേഷൻ എന്നാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കാണ്. 3.2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്ന പോപ്പുലേഷൻ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആണെന്ന് പറയണം. അതായത് ഏതാണ് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, 3.2 ആണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്തായാലും is not equal to 3.2. സിഗ്മ is not equal to 3.2 എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് പോകുന്നു അല്ലേ. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു, നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ഇവിടെ തന്നിട്ടുണ്ട് 1% ആണ് നമുക്കറിയാം. നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് പോകുന്നു. Z ടെസ്റ്റ് ഇക്വൽ ടു എസ് മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് എഴുതുന്നു. അതിൽ എസ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് 3.5 ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്ത് അറിയണം, നമുക്ക് സ്റ്റാൻഡേർഡ് എറർ എന്താണെന്ന് അറിയണം. സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു, സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് എന്താണ്, n ആണ് നമ്മൾ സാധാരണ ഇടാറ്, പക്ഷേ ഇവിടെ എന്താണ് 2n. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. സിഗ്മ എത്രയാണ്, സിഗ്മ നമുക്കറിയാം അത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 3.2, 3.2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു n ഇവിടെ എത്രയാണ്, 50 ആണ്, ദാറ്റ് ഈസ് 100. അപ്പോൾ ഇങ്ങനെ വരുമ്പം എന്താവും, 3.2 ഡിവൈഡഡ് ബൈ റൂട്ട് 100 എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ. അപ്പം 0.32 ആണ് ഇതിൻ്റെ വാല്യൂ വരിക. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എസ് നമുക്ക് തന്നിട്ടുണ്ട് 3.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3.5 മൈനസ് സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട്. സിഗ്മ എത്രയായിരുന്നു, 3.2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് എറർ. അത് എത്രയാണ്, 0.32. അപ്പോൾ നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടും. നമുക്കറിയാം 3.5 മൈനസ് 3.2 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. 0.3 ഡിവൈഡ് ബൈ 0.32 എന്ന് പറഞ്ഞാൽ ഏകദേശം 0.9 ആണ് വരിക. 0.9 ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡിസിഷൻ എടുക്കണം. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡിസിഷൻ എടുക്കണം. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന നൾ ഹൈപ്പോത്തസിസ് നമുക്ക് റിജക്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യാതിരിക്കണോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യം ടേബിൾ വാല്യൂ ആണ്.
സോ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യല്ല, കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 2 ഇൻഫോർമേഷനാണ് വേണ്ടത്. ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും പിന്നെ ഒന്ന് എന്താണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. സി ടെസ്റ്റ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്, റൈറ്റ്, ഇൻഫിനിറ്റി ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതുപോലെ തന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞാൽ 0.01. ഈ ഒരു തലത്തിൽ നമ്മുടെ സി വാല്യൂ എന്താണെന്നുള്ളത് നമ്മുടെ ടേബിളിനകത്ത് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഞാൻ കുറച്ച് വാല്യൂസ് നിങ്ങളുടെ അടുത്ത് കാണാതെ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെഡ് വാല്യൂൻ്റെ, പ്രത്യേകിച്ച് സി ടെസ്റ്റിൻ്റെ കുറച്ച് വാല്യൂസ് ഏതാണ് 5% ലെവൽ സിഗ്നിഫിക്കൻസിൻ്റെയും 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെയും. അപ്പോൾ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇറ്റ് ഇസ് 2.58 അല്ലേ. അപ്പോൾ 2.58 ആണ് നമ്മുടെ ടേബിൾ വാല്യൂ വരിക. അപ്പോൾ 2.58ഉം ഈ 9ഉം നമ്മൾ കമ്പയർ ചെയ്യുന്നു. 2.58ഉം 9ഉം നമ്മൾ കമ്പയർ ചെയ്യുന്നു. ആ കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നു? നമ്മൾ റിജക്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുന്നു. അതിൻ്റെ ഡിസിഷൻ റൂൾ എന്താണ്? നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ, റൈറ്റ്, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ അവർ ടേബിൾ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൈപ്പോത്തിസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയൽ വളരെ ചുരുക്കമാണ്. റിജക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുക അല്ലേ. ഞാൻ നിങ്ങളുടെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ ഇത് രണ്ടും കൂടിയും കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു എന്താണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 0.9 എന്ന് പറയുന്നത് ഏതിനേക്കാളും ചെറിയ വാല്യൂ ആണ്, ന്യൂമറിക്കലി ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താണ്? നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ സിൻസ് അവർ, നിങ്ങൾ എഴുതുമ്പം ഇങ്ങനെ എഴുതണം, സിൻസ് അവർ കാൽക്കുലേറ്റഡ് വാല്യൂസ് ലെസ് ദാൻ അവർ ടേബിൾ വാല്യൂ വി do not reject our null hypothesis or we accept our null hypothesis. We accept the null hypothesis. null hypothesis എഴുതി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ അടുത്ത് ഈ ചോദ്യത്തിൽ ചോദിച്ച കാര്യം എന്താണ്? എക്സാമിൻ whether the sample was taken from a population with 3.2 standard deviation എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ദി ഗിവൻ സാമ്പിൾ ഇതും കൂടി എഴുതണം. ഗിവൻ സാമ്പിൾ ഇസ് അല്ലെങ്കിൽ was taken from the population. ഇതും കൂടി എഴുതിയാലേ നമ്മുടെ ഉത്തരം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ആ പോപ്പുലേഷൻ തന്നെയാണ് നമ്മുടെ സാമ്പിൾ എടുത്തതെന്നുള്ളത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഇനി ഒരു ടെസ്റ്റും കൂടി, ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലെല്ലാം ഒരു വൺ വെയിറ്റേജ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേയിലേക്കും വരാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. സാമ്പിൾ സൈസ് ഓഫ് 50 ഹാസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10.5. Can you contradict the hypothesis that population standard deviation is 12? അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നുള്ളതല്ല നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ക്യാൻ യു കോൺട്രഡിക്റ്റ് ദാറ്റ്, റൈറ്റ്? they are saying their population standard deviation is 12 and we are asked that whether you can contradict that means are you opposing it, റൈറ്റ്? നമ്മൾ ഒപ്പോസ് ചെയ്യണോ? അതായത് നമ്മൾ അതിനെതിരെ നിങ്ങൾ അതിനെതിരെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതിനെതിരെ പ്രൂവ് ചെയ്യണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം, നമുക്ക് ആദ്യം നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് തീർച്ചയായിട്ടും എന്ത് തന്നെയായിരിക്കും? സിഗ്മ ഈസ് നോട്ട് ഈക്വൽ ടു 12 എന്ന് തന്നെയായിരിക്കും അല്ലേ. എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് കിടക്കുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്കറിയാം സി ഈക്വൽ ടു എസ് മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. അതിനകത്ത് സ്റ്റാൻഡേർഡ് എറർ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ നമുക്കറിയാം. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്തായിരുന്നു? സിഗ്മ ഡിവൈഡഡ് ബൈ √2n ആണ്. ഇവിടെ സിഗ്മ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ √2n. ഇവിടെയും 50 തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 2 × 50 വരും അല്ലേ. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ √100 ആണ്. അതിനർത്ഥം 1.2 എന്നല്ലേ. 1.2 നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് എറർ കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? നമുക്ക് വീണ്ടും നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 10.5 ആണ്. മൈനസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 12 ആണ്.
ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എത്രയാണ്? 1.2 ആണ്. 1.2 അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 10.5ഉം 1.2. അപ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടുക, എന്തായിരിക്കും നമ്മുടെ ടേബിൾ വാല്യൂ കിട്ടുക എന്നുള്ളത് നോക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ 10.5 നിന്നും നമ്മൾ 12 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക -1.5 ആണ്. നെഗറ്റീവും പോസിറ്റീവും നമ്മളിവിടെ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ 1.2 ആണ്. ന്യൂമറിക്കൽ വാല്യൂ നോക്കിയാൽ മതി. സൈൻ ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കാം. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മളൊരു നോർമൽ കർവൊക്കെ വരച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ വരുന്നത് എത്രയാണ്? കാൽക്കുലേറ്റഡ് വാല്യൂ വരും ഇറ്റ് ഈസ് 1.25. ഇനി ഇവിടുത്തെ പ്രത്യേകത നോക്കുക. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ഇവിടെ നമ്മുടെ അടുത്ത് എത്രയാണ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് 5% അല്ലേ? 5% ആയിട്ട് നമ്മൾ എടുക്കണം. 5% ആയിട്ട് എടുക്കുന്നു. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റിൽ, റൈറ്റ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആകുമ്പം ടേബിൾ വാല്യൂ ഈക്വൽ ടു 1.96. 2 ടൈൽ ടെസ്റ്റ് ആണെങ്കിൽ യാതൊരു സംശയമില്ല എന്താണ് 1.96. നിങ്ങൾ നോക്കുക, ഇവ തമ്മിൽ കമ്പയർ ചെയ്യുക. ഏതൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ പറയുന്ന കാൽക്കുലേറ്റഡ് വാല്യൂവും ഈ പറയുന്ന ടേബിൾ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്തിനേക്കാളും ചെറുതാണ്? നമ്മുടെ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണ്. സിൻസ് അവർ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ അവർ ടേബിൾ വാല്യൂ, വി ആക്സെപ്റ്റ് അല്ലെങ്കിൽ വി ഡു നോട്ട് റിജക്റ്റ് അവർ നൾ ഹൈപ്പോത്തസിസ്. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റൈറ്റ്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 ആണ് എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു സിൻസ് അവർ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ അവർ ടേബിൾ വാല്യൂ, വി ആക്സെപ്റ്റ്, റൈറ്റ്, അവർ അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ്. വി ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ് എന്ന് എഴുതി. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ക്യാൻ യു കോൺട്രഡിക്റ്റ് ദി ഹൈപ്പോത്തസിസ് ദാറ്റ് പോപ്പുലേഷൻ ഈസ് 12? അതായത് ആരോ പറഞ്ഞിരിക്കുന്നു ഇത് 12 ആണെന്ന്. നമ്മുടെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ അതല്ല എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത്. സോ സിൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 12, വി കാൺ കോൺട്രഡിക്റ്റ് എന്നുള്ളത് നിങ്ങളിവിടെ എഴുതണം. സോ നോ കോൺട്രഡിക്ഷൻ എന്നും കൂടി എഴുതണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ തന്നിരിക്കുന്ന പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ത്രൂ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരികയാണെങ്കിൽ, 2 സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ട് അത് രണ്ടും വരുന്നത് സിംഗിൾ പോപ്പുലേഷൻ ആണെന്നുള്ള ചോദ്യത്തിലോ അല്ലെങ്കിൽ രണ്ടും സെയിം പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്: സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2 പോപ്പുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് ആയിരിക്കുക, നൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കുക, എന്താണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കുക, എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ആയിരിക്കുക. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക ഇങ്ങനെയാണ്: ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് തന്നിരിക്കുന്ന 2 അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നു. അതിനർത്ഥം എന്താ? രണ്ടും ഒരു പോപ്പുലേഷൻ തന്നെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് വരുന്നത് എന്താണ്? ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ വൈസ് അത് നോക്കുക? σ1 = σ2 എന്ന് വരും. അതിനർത്ഥം σ1 എന്ന് പറയുന്നത് ആദ്യത്തെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും σ2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ടാകുക എന്താണ്? സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? ഒരു ക്വസ്റ്റിനകത്ത് ഉണ്ടാകുക സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എന്ത് വരും? ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് σ1 ≠ σ2 എന്നോ, അല്ലെങ്കിൽ 1 ടൈൽ ടെസ്റ്റ് ആണെങ്കിൽ ഏത് 1 ടൈൽ ടെസ്റ്റ് ആണോ വരുന്നത് അതനുസരിച്ചുള്ള ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് കൊടുക്കണം. നമുക്കിനി എങ്ങനെയാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നോക്കാം. ഇവിടെയും നമ്മൾ ടെസ്റ്റ് തന്നെയാണ്. നമുക്കറിയാം പോപ്പുലേഷൻ പാരാമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ സ്മോൾ സാമ്പിൾ ആണെന്ന് വിചാരിക്കുക, സ്മോൾ സാമ്പിൾ ടെസ്റ്റുകളാണെന്ന് വിചാരിക്കുക, റൈറ്റ്? സ്മോൾ സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് നടത്താൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എഫ് ടെസ്റ്റ് ആണ്. ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് എഫ് ടെസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെല്ലാം അത് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ് സി ടെസ്റ്റിൽ എങ്ങനെയാണ് സി ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സി ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്കറിയാം അല്ലേ, നമ്മൾ എക്സ് വൺ അതുപോലെ തന്നെ x2 എന്നൊക്കെ പറഞ്ഞ് x1 ബാർ x2 ബാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മീൻ്റെ പഠിച്ചതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ സാമ്പിളിൻ്റെ എന്തായിരിക്കും, മീനിന് പകരം നമുക്ക് തന്നിട്ടുണ്ടാവുക സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അതെന്താണ്, S1 ആണ്. S1 ആണ്. S1 മൈനസ് S2 അല്ലേ, ഡിഫറൻസ് ആയി. ഇനി നമുക്ക് എന്ത് വേണം, സ്റ്റാൻഡേർഡ് എറർ വേണം. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് എറർ നമ്മൾ മുന്നേ പഠിച്ചിരുന്ന സ്റ്റാൻഡേർഡ് എററുകളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഫോർമുലയാണ് റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ. നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ 2n1. n1 എന്ന് പറയുന്നത് എന്തായിരിക്കും, n1 എന്ന് പറയുന്നത് ആദ്യത്തെ സാമ്പിളിൻ്റെ നമ്പർ ആയിരിക്കും, നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ഫസ്റ്റ് സാമ്പിൾ, പ്ലസ് സിഗ്മ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n2. ഇത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുകയാണെങ്കിൽ, അപ്പോൾ ദിസ് ക്യാൻ ബി യൂസ്ഡ് വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോൺ. ഇനി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, ലാർജ് സാമ്പിൾ ആയിരുന്നു എന്ന് വിചാരിക്കുക. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, നമ്മുടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടല്ലോ, S1 സ്ക്വയർ ഡിവൈഡ് ബൈ 2n1 പ്ലസ് S2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n2. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഇതെപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് അൺനോൺ. റൈറ്റ്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഏത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് യൂസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ തന്നിരിക്കുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പ്രോബ്ലം. A sample size of 60 item has standard deviation as 5. അപ്പോൾ 60 ഐറ്റം ഉള്ള ഒരു സാമ്പിളിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, 5 ആണ്. അനദർ സാമ്പിൾ ഓഫ് 80 ഐറ്റം ഹാസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആസ് 4.5. Can you assert that the two sample belong to the same population? ഇത് രണ്ടും ഒരു സെയിം പോപ്പുലേഷൻ തന്നെയാണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് അസർട്ടൈൻ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം നമ്മുടെ നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോസിസ് എങ്ങനെ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നൾ ഹൈപ്പോസിസ് നമ്മുടെ അടുത്ത് പറഞ്ഞത് സിഗ്മ 1 = സിഗ്മ 2 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് സിഗ്മ 1 എന്താണ്, സിഗ്മ 1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല അല്ലേ, വേറെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ സിഗ്മ 1 = സിഗ്മ 2 എന്ന് തന്നെ സെറ്റ് ചെയ്യുക. സിഗ്മ 1 = സിഗ്മ 2. ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എന്ത് വരും, സിഗ്മ 1 is not equal to സിഗ്മ 2 എന്ന് പറയും. അപ്പം ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ എടുക്കേണ്ടത്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എടുക്കേണ്ടത്, യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സിഗ്മ = S1 മൈനസ് S2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഈ സ്റ്റാൻഡേർഡ് എററിനാണ് നമുക്ക് സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് എററിൻ്റെ ഫോർമുലയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താ, സിഗ്മയ്ക്ക് പകരം നമ്മൾ എന്തെടുക്കുന്നു, അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, അപ്പം തീർച്ചയായിട്ടും നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കണം. S1 സ്ക്വയർ ഡിവൈഡ് ബൈ 2n1 പ്ലസ് S2 സ്ക്വയർ ഡിവൈഡ് ബൈ 2n2. എങ്ങനെയാണ് വരിക, S1 സ്ക്വയർ എന്ന് പറയുന്നത് S1 60 സാമ്പിളുകളുള്ള സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. സോ 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ സാമ്പിളിൻ്റെ നമ്പറാണ്, ഐറ്റംസ്, നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു, അപ്പം 2 ഇൻറ്റു 60 പ്ലസ് രണ്ടാമത്തെ നോക്കുക S2 സ്ക്വയർ, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നിരിക്കണം, 4.5 ആണ്. 4.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്ര പേരുണ്ട് അവിടെ, എത്ര ഐറ്റംസ് ഉണ്ട്, 80 ആണ് അല്ലേ. 2 ഇൻറ്റു 80 എന്ന് പറയുന്നത് എന്താണ്, 5 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 25 ആണ്. 25 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 60, 2 ഇൻറ്റു 60 ഇറ്റ് ഈസ് 120 പ്ലസ്
4.5 സ്ക്വയർ എന്ന് പറയുമ്പം ഇറ്റ് ഇസ് 20.25 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 160 ആണ് അല്ലേ, 160. സോ ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് വിൽ ഗെറ്റ് 0.58. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ നമുക്ക് കിട്ടിയത്. നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ വരാണ്. S1 എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്കറിയാം. -4.5 ഡിവൈഡഡ് ബൈ 0.58. നമുക്കറിയാം 5 - 0.5 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 0.58 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.86. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ്? 0.86 ആണ് അല്ലേ. കാൽക്കുലേറ്റഡ് വാല്യൂ 0.86 ആണ്. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, സിഗ്നിഫിക്കൻറ്റ് ലെവലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കണം? 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ നോക്കുകയാണ്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റിയിൽ നമുക്കറിയാം ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1.96. തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് 86 എന്ന് പറയുന്നത് ന്യൂമറിക്കലി 1.96 താഴെ കിടക്കുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം, സിൻസ് അവർ കാൽക്കുലേറ്റഡ് വാല്യൂസ് ലെസ് ദാൻ അവർ ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് അവർ നൾ ഹൈപ്പോസിസ്. ഹെൻസ് റൈറ്റ്, നൾ ഹൈപ്പോസിസിന് എഴുതുക. ഹെൻസ് എന്താണ് നമുക്ക് പറയാനുള്ളത്? എന്താണ്? 2 samples belongs to the same population. അപ്പോൾ അതും കൂടി പറഞ്ഞാലേ നമുക്ക് എന്താവത്തുള്ളൂ, നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 2 samples belongs to the same population എന്ന് പറഞ്ഞ് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.